കോതമംഗലം കുട്ടമ്പുഴയിൽ കാട്ടാനാക്രമണത്തിൽ മരിച്ച എൽദോസിന് വിട. ഉരുളൻ തണ്ണി മാർത്തോമ മിഷൻ പള്ളിയിൽ പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് ശേഷം മൃതദേഹം ചേലാട് കുറുമറ്റം സെമിത്തേരിയിൽ സംസ്കരിച്ചു. എൽദോസ് നേരിട്ടത് അതിക്രൂരമായ കാട്ടാനാക്രമണമാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം എൽദോസിന്റെ മൃതദേഹം കുട്ടമ്പുഴയിലെ ക്നാച്ചേരിയിലെ വീട്ടിലാണ് ആദ്യം എത്തിച്ചത്. പിന്നീട് ഉരുളൻതണ്ണി മാർത്തോമ മിഷൻ പള്ളിയിൽ പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടന്നു. കഴിയുന്നവരാണ് വന്യമൃഗങ്ങളുടെ ഭീതിയിൽ കഴിയുന്നവര്. താവകമല്ലോ കർത്താവേ, ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സ്. ചേലാട് കുറുമറ്റം സെമിത്തേരിയിൽ മൃതദേഹം സംസ്കരിച്ചു. എൽദോസ് നേരിട്ടത് അതിക്രൂരമായ കാട്ടാനാക്രമണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ആനയുടെ കുത്തേൽക്കുകയും ആന്തരികാവയവങ്ങൾക്ക് ക്ഷതമേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രി 8:30 ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയായിരുന്ന എൽദോസിനെ കാട്ടാനാക്രമിച്ചത്. പിന്നാലെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ മണിക്കൂറോളം നീണ്ട ചർച്ചകൾക്കൊടുവിൽ പുലർച്ചെ 2 മണിയോടെയാണ് പ്രതിഷേധം അവസാനിച്ചത്. കൈരളി ന്യൂസ്, കൊച്ചി.